ചൂടെടുക്കുന്നുണ്ടോ? എടുത്തിട്ട് എന്താടാ കാര്യം? സഹിച്ചേ പറ്റൂ. എന്നാൽ പാലക്കാട് ജില്ല കുറച്ച് ചൂട് കൂടുതലാണ്, എന്ത് ചെയ്യാം? നിൻ്റെ ഡേഷ് ഞാൻ പൊളിക്കും ശ്രീജെ, നീ ഒലത്തും പോടാ. എന്നെ കൊണ്ടൊക്കെ നിൻ്റെ തള്ളക്കിട്ട് പണിയാനായിട്ട് പറ്റുള്ളൂ. അവിടെ പോടാ. ഇവൾ വെടിയാണ് ആണെങ്കിൽ ആൾക്ക് എന്തുവാടാ? എൻ്റെ അച്ഛനെ വെടി വയ്ക്കാൻ വന്ന പെടാ. ഇന്ന് കളിയുണ്ടോ? പിന്നെന്താ റിൻഷാൻ, കളിയുണ്ട് കേട്ടോ. എവിടെ നാട്ടിൽ? പട്ടാമ്പിയാടാ. ഊരി കളായടി ഈ ഡാഷ്. നിൻ്റെ ഉമ്മയുടെ അവിടെ പോടാ, എന്നിട്ട് ഊരി കളയടാ കേട്ടോ. നിൻ്റെ സാധനം അവിടെ അല്ലേ വെച്ചിരിക്കുന്നത്. സുഖമാണ് എത്തി. മക്കൾ മദ്രസയിൽ പോയോ? മക്കൾ മദ്രസയിൽ പോകാനായിട്ടില്ല, അടുത്ത വർഷം മുതലേ പറഞ്ഞു വിട്ടുള്ളൂ. കറുത്ത ഡ്രസ്സ്, അതിനെന്താടെ കുഴപ്പമൊക്കെ. സിരാജ്, എടി ചെറ്റ പെണ്ണെ, നീ ഇസ്ലാമിനെ അപമാനമാവില്ലേ? എന്തരോ മഹാനുഭാവലു. ഓടാ, നമ്മുടെ കുറ്റിപ്പുറം ജാസി അറിയടാ? കുറ്റിപ്പുറം ജാസി ഞങ്ങളെ തൊട്ടടുത്താടാ കുറ്റിപ്പുറം, അറിയോടാ? ഇസ്ലാമിൽ അങ്ങനത്തെ ഒരു വർഗത്തെ നശിപ്പിച്ച് കളഞ്ഞെന്ന് പറയുന്നു. എന്നിട്ട് അവനൊക്കെ ജീവിക്കുന്നില്ലടാ. പോടാ, എൻ്റെ വീട്ടിലത്തെ കാര്യം നോക്കടാ മോണ്ണെ. ഞാൻ എൻ്റെ വീട്ടിൽ അപമാനം ഉണ്ടാക്കിയോടാ. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് വന്നു വെച്ചിട്ട് എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് പള്ളയിലുണ്ടായിടാ. ഉണ്ടായിടാ. നിൻ്റെ പെണ്ണുപിള്ളയുടെ നിൻ്റെ മോളുടെയൊക്കെ അടിക്കൂട്ടാരെങ്കിലൊക്കെ ആപ്പ് വെച്ചോട്ടാ. എത്രയാണടി വായിലെടുക്കാൻ? നിൻ്റെ തള്ള എത്രയുടെ മേടിക്കാറ്? ഇത്രയുടെ കുഞ്ഞാ. എന്താ വിശേഷം? നല്ല വിശേഷമാണ് ബാബു. ഫാത്തിമ സുഖമാണോ? പിന്നെന്താ, ജസ്റ്റിൻ സുഖം. പഠിച്ചവൻ്റെ കാര്യം കൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു കേട്ടോ. ഡേഷിന് എങ്ങനെയാണ് റെസ്റ്റ്? ഇപ്പം റെസ്റ്റിൽ തന്നെയാടാ, ഞാൻ ഇരിക്കുകയാണല്ലോ. നിൻ്റെ തള്ളക്ക് പിന്നെ അതിനൊന്നും റെസ്റ്റ് ഉണ്ടാവില്ല അല്ലേ? അതുകൊണ്ടാവും നീ ചോദിക്കുന്നുണ്ടാവും. ലൈക്ക് അടിച്ചു, ആയിക്കോട്ടെ. അറുവാണി ആണെങ്കിൽ നിനക്ക് എന്തുവാട്ടാ? എൻ്റെ പെങ്ങളാണോടാ? അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ആണോട്ടാ ഞാൻ? കേട്ടാ. ഹായ് സിരാജുദ്ദീൻ ബിൻ മൂസ, കയറുക മക്കളെ, ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ. പിന്നെ ബ്ലൂ ഉള്ളവർ എന്നെ കൂട്ടാക്കണേ മുത്തുമണികൾ, എന്നിട്ട് കമൻറ്റ് ഇട്ടു, ഞാൻ തിരിച്ചു വരും. എൻ്റെ സിറാജുദ്ദീനിക്ക് ഞാൻ ഒരുത്തിനും ബ്ലൂ കൊടുക്കാറില്ല. ഒരുത്തിനും ഞാൻ ബ്ലൂ കൊടുത്തു, പണി തന്നെ എൻ്റെ സിറാജിക്ക. അതുകൊണ്ട് നിഷാന്ത്, വിരൽ കളിയുണ്ടോ? പിന്നെ എന്താ, ഇഷ്ടം പോലെ കളിയുണ്ട് കേട്ടാ. നിന്നെ ഞാൻ വീട്ടിൽ കയറി ഡേഷും, നീ ഒലത്തും. അതാ ഞാൻ പറഞ്ഞു, നീ ഒലത്തുന്ന്. ധൈര്യമുണ്ടെങ്കിൽ വാടാ മരമാക്രി. നീ നാശം പിടിച്ചവൾ, ഈ കുപ്പായം ഇട്ട് പച്ചത്തറി പറയുന്നോടി ഈ നായെ. നിൻ്റെ തന്ത ചത്തോ? സിറാജ്, ഇല്ലടാ, എൻ്റെ ഉമ്മാനെ പണ്ണാൻ പയർക്ക് കേട്ടോ. പോയോക്കേ സിരാജേ, പോയോക്കടാ. എൻ്റെ തന്ത പോയിട്ടേ ഇപ്പം നിൻ്റെ ഉമ്മാടെ നല്ല ആഞ്ഞ് കൊടുക്കുന്നുണ്ട്. എൻ്റെ തള്ള വിളിച്ച് കയറ്റിയതാ കേട്ടോ. ഒന്ന് പോയി നോക്കിയടാ മോനെ. വാപ്പല്ലാത്ത സമയത്ത് എൻ്റെ തന്തേനെ നിൻ്റെ തള്ള വിളിച്ച് കയറ്റിയതാ. പിന്നെ ഞാനും വിചാരിച്ചപ്പോൾ എൻ്റെ തന്തയുടെ സാധനം തേഞ്ഞൊന്നും പോവില്ലല്ലോ, നിൻ്റെ ഉമ്മാക്കൊരു കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ. പിന്നെ നിൻ്റെ തള്ള നല്ലപോലെ കൊടുക്കുന്നുമില്ല അത്രേ കേട്ടോടാ സിറാജ്. താത്താക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ലടാ, ഇതൊക്കെ തന്നെടാ പണി കേട്ടോ. ശ്രീജ ഫുഡ് കഴിച്ചോ? പിന്നെന്താടോ, ഫുഡ് കഴിച്ചു. അബ്ദുൾ എന്തുവാടാ നിൻ്റെ പേര്? എന്തെങ്കിലും കാട്ടെ, വേറെ പണിയില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പണി കേട്ടോ. പൈസ കിട്ടാൻ വേണ്ടി കളിക്കുന്ന ഓരോ പരിപാടി. ജമ്മിയോ ആക്കോട്ടെ, ജമ്മി കേസ് ആണടി. ഞാൻ തുണി അഴിച്ചിട്ടാടുന്നില്ലല്ലോ. എത്രയോ പേര് തുണി അഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നു, റീച്ച് കിട്ടാൻ വേണ്ടി, വ്യൂസ് കിട്ടാൻ വേണ്ടി. അതൊന്നും ഞാൻ ഇവിടെ കാണിക്കുന്നില്ലല്ലോ. ഈ തള്ളയെ ആര് സപ്പോർട്ട് ചെയ്തു? നൗസിബ മുനീർ. ഞാനും പറയുന്നു, ബാഡ് പറയുന്നു ഒരുത്തനും ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണ്ട. ഓക്കെ, ബാഡ് പറയുന്ന ഒരുത്തനും ഇവിടെ വന്ന് സപ്പോർട്ട് ചെയ്യണ്ട. നല്ലത് പറയുന്ന 4 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അതേ സന്തോഷം കേട്ടറാ. നൗസിബ മുനീർ അല്ല നൗസിബ. നീ എന്ത് ഒലക്കേക്കാടി ഇവിടെ വന്ന് പിന്നെ കമൻറ്റ് ഇട്ടത്? പൊടി
താന്തയില്ല കഴിവേറി. അവളും വന്ന് കമൻറ്റ് ഇട്ടിട്ട് അവൾ പറയാണ് ഇവളെ ആരും സപ്പോർട്ട് ചെയ്യരുത്, അവളെ എനിക്ക് സപ്പോർട്ട് ചെയ്യാം. അച്ചച്ച പൊടി മരക്കഴുതേ ചേ ഷെം ഷെം പാപ്പി ഷെം പൊടി ഡേഷിച്ച്. ആയിഷ 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 ഉമ്മ എവിടെയടി? ഉമ്മയും വാപ്പയും കൂടിയാണോ ഈ പൊരിഞ്ഞ വെയിലത്ത് കളിക്കുന്നത്, അതോ ഉമ്മയുടെ കൂടെ നാട്ടുകാരാണോ പൊരിഞ്ഞ വെയിലത്ത് കളിക്കുന്നത്? പറ ചക്കരക്കുട്ടിയെ. സൂപ്പർലി തേങ്ങോ. സൗല്യ എന്തുവാടാ നീ ലവ് ചിഹ്നിട്ടത് ഡിലേറ്റ് ആക്കിയേ? ഓം എന്നുള്ള അതൊക്കെ എപ്പോടാ? വാണപ്പയ്യൻ വാറ് അതെന്താടാ? നൗഷാദ് താത്ത, നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഒരു പന്നിയുടെ കുണ്ടി കഴുകുന്നതാണ് സീൻ. നിങ്ങളെക്കാൾ മികച്ച ഒരാൾ വേറെയില്ല. ഓ, ആ പന്നി നീയാണോ? ആണോടാ നൗഷാദേ? ആ പന്നി നീയാ? ഛേ, അതോ നിൻ്റെ തന്തേ? ആരാടാ നൗഷാദേ? വേം പറയ്, നീയാണോ അതോ നിൻ്റെ വാപ്പയാണോ എന്നുള്ളത് പറയൂ കേട്ടോ. അതിനെ പറ്റിയ ആൾക്കാരെ ഞാൻ റെഡിയാക്കി തരാം. നിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ നിൻ്റെ തള്ളയുടെ ആൾക്കാരെ റെഡിയാക്കി തരാം കേട്ടാ നൗഷാദേ. നീ ഹിന്ദു ആണോ? ആയിരുന്നു. നിശാന്ത് മെമ്പർഷിപ്പ് എങ്ങനെ? സൂപ്പറാടാ. താത്താൻ്റെ സ്ഥലം എവിടെ? ജംഷി, പാലക്കാടാടാ. ഫാത്തിമ കൊച്ചെവിടാ? കൊച്ചുങ്ങളൊക്കെ ഉറങ്ങിയാടോ? നല്ല മരിയത്തല്ലേ? മനസ്സിലായി. പാൽ കുടിക്കാറുണ്ടോ? പിന്നെന്താണ് നിശാന്തി? പാൽ കുടിക്കാറുണ്ട് കേട്ടോ. എന്താ സുഖമാണോ? പിന്നെന്താണോ സുഖം? കളി തരുമ്പോൾ അങ്ങ് പോരടാ. പോടിപ്പൂ മോളെ, തള്ളേ പോയി വിളിയടാ. ഇന്നിവിടെ ഷോ ഉണ്ടോ? മനസ്സിലായില്ല. താത്ത നീ ഇങ്ങനെ തെറി പറയരുത്. നാളെ നിങ്ങളും പരലോകത്ത് പോവേണ്ടതല്ലേ? ചിന്തിച്ചൂടെ? ഷടാ, തെറി പറയുന്നതിനേക്കാൾ കൂടുതൽ ശിക്ഷ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നവർക്കല്ലേടാ, അല്ലേ? ചൂടെടുക്കുന്നില്ലേ? ഫാനിട്ടാൽ ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് കേൾക്കില്ലടാ, അത്രയും സൗണ്ടാണ്. നല്ല കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കൂ. ചെറിയൊരു ശതമാനം മാത്രമാണ് മോശം കമൻറ്റ് ചെയ്യുക. അവരെ എല്ലാവർക്കും മുന്നിൽ കാണിക്കണോ? ആര് പറഞ്ഞു മോശം കമൻറ്റ്? മൊത്തം തട്ടം ഇട്ട ഡാഷ്. അതിന് നിൻ്റെ തള്ളയാണോ? തൊമ്മൻ പോടി പട്ടി. എല്ലാവരും മുളെ താട എൻ്റെ സിറാജ്. നീ നല്ല തന്തയ്ക്ക് പറക്കാത്ത ഗുണം കാണിക്കുന്നത് ഇപ്പോഴാണ്. എന്തെന്നറിയോ? നീ ബാഡ് കമൻറ്റ് ഇട്ട് ഞാനതിന് മറുപടി തരുമ്പോൾ അത് ഉൾക്കൊള്ളാനും അത് കേൾക്കാനുമുള്ള എന്തുകൂടി നിനക്ക് വേണം? മനസ്സ്. അത് നിനക്ക് വേണം. അതില്ലാത്ത നീയാണെടാ റിപ്പോർട്ടഡി എന്ന് പറയുന്നത്. മോണെ തന്തയ്ക്ക് നല്ല താട്ടലില്ലാതെ നിൻ്റെ തള്ളേനെ ഊക്കിയിട്ടുണ്ടായതാടാ നീ കേട്ടോ. തന്ത നിൻ്റെ തള്ളേനെ പണിയെടുത്തിട്ടല്ല നീ ഉണ്ടായത്. തള്ള തന്തയുടെ മേൽ കയറിയിരുന്ന് പണിയെടുത്തിട്ടാണ് നീ ഉണ്ടായത്. അതാ അപ്പം നിനക്ക് അത്രയൊക്കെ തന്നെ എന്തുണ്ടാവുള്ളൂ? ആണത്തുണ്ടാവുള്ളൂ. അതല്ലച്ചെങ്കിൽ എന്ത് വേണം എൻ്റെ സിറാജേ? സിരാജ്, ഞാൻ ബാഡ് കമൻറ്റ് പറഞ്ഞിട്ടാണ്, ഞാൻ ബാഡ് കമൻറ്റ് ഇട്ടിട്ടാണ് ആ സ്ത്രീ എന്നെ ബാഡ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ കമൻറ്റിനുള്ള മറുപടി ഞാൻ വാങ്ങിക്കാൻ, ഞാൻ കേൾക്കാൻ എന്താണ് ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ടാ മഴ ഉണ്ടോ അവിടെ? മഴ ഇല്ലടാ. ബാഡ് കമൻറ്റ് നോക്കണ്ട, എന്ത് ചെയ്യാനാടാ? മൊത്തം ബാഡ് കമൻറ്റാണ്. ഏതാ ഈ ഡാഷ്? ഷാമിൽ, നിൻ്റെ അച്ഛൻ്റെ പെങ്ങളാടാ. 40 വയസ്സിന് മുകളിൽ മാത്രമുള്ളവർ കാണുക. ശരിയാണ്, ഒരു 35-40 വയസ്സിന് മുകളിൽ കണ്ടാൽ മതി കേട്ടാ. സത്യം, ഒരു 35-40 വയസ്സിന് മുകളിലുള്ള ആളുകൾ മാത്രം. അയ്യോ വേണ്ട. രാജൻ ഹായ്. അല്ല നിൻ്റെ തന്ത, നിൻ്റെ പേരോ എന്തുവാടാ? വേടാ ചാകടാ. ഹലോ, സുഖമാണോ? പിന്നെ എന്താ സുഖം. അനക്ക് സ്വർഗത്തിൽ പോകണ്ട മുത്തേ? വേണ്ടടാ, ഞാൻ നരകത്ത് കിടന്നോണ്ടടാ. എല്ലാവരും സ്വർഗത്ത് പോയ നരകത്തിലേക്കും ആൾ വേണ്ടടാ. നിന്നെ കണ്ടറിയാം. എന്തുവാടാ കണ്ടറിയാം? ലച്ചു ഹായ്. ബാക്ക് ചെയ്യാറുണ്ടോ? ഞാൻ ചിലപ്പോൾ ബാക്ക് മുന്നൊക്കെ ചെയ്യാറുണ്ട്. എനിക്ക് വല്ല കുഴപ്പമുണ്ടോ?
അനസ് അയിനിക്കോട് സ്വർഗം വീട്ടിൽ വരും. ആണോ? നിൻ്റെ വീട്ടിൽ ഇപ്പം എത്ര സ്വർഗം വീട്ടിൽ വന്നിട്ടുണ്ടടാ? താത്ത ചീത്ത കമൻറ്റ് പറയുന്നവരെ മൈൻഡ് ചെയ്യേണ്ട താത്ത. തിരിച്ചു പറയുമ്പോഴാണ് അവർ പിന്നെയും പറയുന്നത്.